നമസ്കാരം. വിക്രമാദിത്യ കഥകളിലെ 6ാമത്തെ കഥ, ജ്ഞാനശീലൻ്റെ ഹോമം. അടുത്ത ദിവസം പ്രഭാതമായി. ഭോജരാജാവ് പ്രഭാത കർമാനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് പരിവാരസമേതം സിംഹാസനത്തിന് സമീപം എത്തിച്ചേർന്നു. ഇഷ്ടദേവ പ്രാർത്ഥനയ്ക്ക് ശേഷം സിംഹാസനത്തിൻ്റെ 2ാമത്തെ പടിയിൽ കാലെടുത്ത് വയ്ക്കാൻ തുനിഞ്ഞു. പെട്ടെന്ന് അതിന്മേൽ കാവൽ നിന്നിരുന്ന മദനാഭിഷേകവല്ലി എന്ന സാലഭഞ്ജിക അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, പ്രഭോ, അല്പനേരം ക്ഷമിക്കൂ. ഈ ദിവ്യസിംഹാസനത്തിലിരുന്ന് രാജ്യഭരണം നടത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ മഹതപദാന ചരിത്രത്തിൻ്റെ ഒരു അംശം മാത്രമാണ് അങ്ങ് എൻ്റെ സഖിയിൽ നിന്നും കേട്ടത്. ഇദ്ദേഹത്തിൻ്റെ അതീവ വിസ്മയാവഹമായ കഥകൾ ഇനിയും എത്രയോ ഉണ്ട്. അങ്ങയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അവയിൽ ചിലത് മാത്രമെങ്കിലും ഞാൻ അങ്ങയെ ധരിപ്പിക്കാം. ഭോജരാജൻ മറുപടി പറഞ്ഞു, 1ാമത്തെ പടിയിൽ കാവൽ നിന്നിരുന്ന സാലഭഞ്ജിക പറഞ്ഞ വിക്രമാദിത്യ കഥകൾ കേട്ട് തന്നെ ഞാൻ അതീവ വിസ്മയഭരിതനായി തീർന്നിരിക്കുന്നു. പുണ്യശ്ലോകന്മാരായ ദിവ്യപുരുഷന്മാരുടെ അപദാന ചരിത്രങ്ങൾ എത്ര കേട്ടാലാണ് മതിവരിക? പുണ്യശാലികൾക്ക് മാത്രമേ അതിനുള്ള അവസരം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ കഥകളിൽ ചിലതെങ്കിലും കഥനം ചെയ്യുവാൻ ദയവുണ്ടായാലും ഞാൻ ശ്രദ്ധിച്ച് കേട്ടുകൊള്ളാം. സാലഭഞ്ജിക കഥ പറഞ്ഞു തുടങ്ങി. ഉജ്ജയിനി നഗരിയിൽ നിന്ന് ഏകദേശം 10 നാഴിക അകലെ ഒരു ചെറിയ വനവും വനമധ്യത്തിലായി ഒരു കാളിക്ഷേത്രവും ഉണ്ടായിരുന്നു. ക്ഷേത്രപ്രാന്തത്തിലായി ജ്ഞാനശീലൻ എന്ന ഒരു സന്യാസി തപോവൃത്തി അനുഷ്ഠിച്ച് ജീവിച്ചിരുന്നു. ക്ഷേത്രത്തിൽ നിന്നും അധികം അകലെയല്ലാതെ ഉണ്ടായിരുന്ന ഒരു മുരുക്ക് വൃക്ഷത്തിൽ ഒരു വേതാളം പാർത്തിരുന്നു. ആ വേതാളത്തിനെ കീഴടക്കി സ്വപാർശ്വത്തിലാക്കിയാൽ ത്രിഭുവനങ്ങളും അടക്കി ഭരിക്കാൻ തനിക്ക് സാധ്യമാകുമെന്ന് സന്യാസിക്ക് ഒരു ഭൂതോദയം ഉണ്ടായി. ദേവീപ്രസാദം കൊണ്ടല്ലാതെ ഇക്കാര്യം സാധ്യമല്ലെന്ന് ബോധ്യപ്പെട്ട അദ്ദേഹത്തിൻ്റെ അനന്തര ശ്രമങ്ങൾ അതിലേക്ക് തിരിഞ്ഞു. എങ്ങനെയും ദേവിയെ പ്രസാദിപ്പിക്കണം. വൻതോതിലുള്ള ഒരു ഹോമം നടത്തി 1000 രാജാക്കന്മാരുടെ ശിരസ് ഹോമിച്ചാൽ മാത്രമേ ദേവി പ്രസാദിക്കുകയുള്ളൂ. ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ നിരൂപിച്ചാൽ അത് സാധിക്കാതെ പിന്മാറുന്ന പ്രകൃതക്കാരനല്ലായിരുന്നു സന്യാസി. വൻതോതിലുള്ള ആ നരഹത്യ എങ്ങനെയും താൻ നടത്തുമെന്ന് തന്നെ അദ്ദേഹം ദൃഢനിശ്ചയം ചെയ്തു. രാജാക്കന്മാരെ ആഭിചാരം കൊണ്ട് വശീകരിച്ച് ദേവീ വിഗ്രഹത്തിനു മുമ്പിൽ കൊണ്ടുവരികയും അവിടെ വെച്ച് ആ ഭീകരമായ നരഹത്യ നടത്തുകയുമായിരുന്നു ഇതിലേക്ക് അദ്ദേഹം അവലംബിച്ച കർമ്മപദ്ധതി. അങ്ങനെ 999 രാജാക്കന്മാരുടെ ശിരസുകൾ വിഗ്രഹത്തിനു മുമ്പിൽ ഹോമിക്കപ്പെട്ടു. അവസാനം 1000 തികയ്ക്കുന്നതിന് ദിഗന്ത വിശ്രുത ചക്രവർത്തിയായ വിക്രമാദിത്യൻ്റെ ശിരസ് തന്നെ വേണമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയും അതിലേക്ക് വേണ്ടി പുറപ്പെടുകയും ചെയ്തു. ജ്ഞാനശീലൻ നേരെ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തി പാത കാണിക്കാനായി ഒരു മാതളപ്പഴം കാഴ്ചവെച്ചു. വിക്രമാദിത്യൻ സന്യാസിയെ ആദരപൂർവ്വം സ്വീകരിച്ചു. മാന്യാസനത്തിൽ ഇരുത്തിയ ശേഷം അദ്ദേഹം ആഗമനോദ്ദേശം ആരാഞ്ഞു. സന്യാസി മറുപടി പറഞ്ഞു, അല്ലയോ ദിഗന്ത വിശ്രുതനായ മഹാപ്രഭു, അവിടുന്ന് സർവ്വവിധ ഐശ്വര്യങ്ങളോടും കൂടി നെടുനാൾ ഈ സാമ്രാജ്യം ഭരിച്ച് നാനാദിഗന്ധങ്ങളിലും കീർത്തിധാവല്യം പരത്തുവാൻ മാതാ ഭദ്രകാളി അനുഗ്രഹിക്കട്ടെ. സ്വന്തം നിലയിൽ നമ്മുടെ സർവ്വവിധമായ അനുഗ്രഹങ്ങളും അങ്ങേക്ക് സർവ്വഥാ ഉണ്ടായിരിക്കും. ഇനി നാം ഇങ്ങോട്ട് ആഗതനായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അറിയിക്കട്ടെ. നമ്മുടെ ആശ്രമം ഇവിടെ അടുത്തുള്ള ഒരു ചെറു വനത്തിലാണ്, ഏകദേശം 10 നാഴിക അകലെ. അവിടെ നാം ഒരു ഹോമം നടത്തി വരികയാണ്. അത് ഇന്ന് രാത്രി കൊണ്ട് സമാപിക്കും. തത്സമയം പുണ്യശ്ലോകനായ അങ്ങുകൂടി സന്നിഹിതനായിരിക്കണമെന്നാണ് നമ്മുടെ അഭിലാഷം. അതിലേക്ക് ഇന്നു രാത്രി അവിടം വരെ വരുവാൻ ദയവുണ്ടാകണം. അങ്ങ് ഏകനായിട്ട് വേണം വന്നു ചേരാൻ. ആശ്രമത്തിൻ്റെയും അവിടെ നടക്കുന്ന മഹാമഹത്തിൻ്റെയും പാവനത പരിരക്ഷിക്കുവാൻ ഇപ്രകാരം ഒരു വ്യവസ്ഥ ആവശ്യമാണെന്ന് ഇവിടുന്ന് മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു. യാതൊരു വൈമനസ്യവും പ്രകടിപ്പിക്കാതെ ചക്രവർത്തി പ്രസ്തുത ക്ഷണം സ്വീകരിച്ചു. ജ്ഞാനശീലൻ വിജയപ്രതീക്ഷയിൽ നിന്ന് ഉത്ഭൂതമായ തികഞ്ഞ ചാരിതാർത്ഥ്യത്തോടുകൂടി അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. സന്യാസി നിഷ്ക്രമിച്ച ഉടൻ തന്നെ വിക്രമാദിത്യൻ അദ്ദേഹം കാഴ്ചവെച്ച മാതളപ്പഴം എടുത്ത് പൊളിച്ചു നോക്കി. അതിനുള്ളിൽ നിന്ന് അമൂല്യങ്ങളായ നിരവധി രത്നങ്ങൾ നിലത്ത് ചിതറി വീഴുന്നത് കണ്ട് ചക്രവർത്തി എന്തെന്നില്ലാതെ വിസ്മയിച്ചു. ഇതിലെന്തോ വൻ ചതി അടങ്ങിയിരിക്കുമെന്ന് സംശയിച്ച് അദ്ദേഹം തൽക്ഷണം ഭട്ടിയെ ആളയച്ചു വരുത്തി സർവ്വവിവരങ്ങളും അറിയിച്ചു.
ഭട്ടി കുറേ നേരം ഗാഠചിന്തയിൽ ആമഗ്നനായിരുന്നതിന് ശേഷം പറഞ്ഞു, ഇതിലെന്തോ വലിയ രഹസ്യം അന്തർഭവിച്ചിട്ടുണ്ട്. സർവസംഘ പരിത്യാഗിയായ ഒരു സന്യാസിക്ക് ഇത്രയും അമൂല്യമായ രത്നങ്ങൾ എവിടെ നിന്ന് കിട്ടിയിരിക്കും? അങ്ങനെയാണെങ്കിൽ നാം അങ്ങോട്ടേക്ക് പോകേണ്ടെന്ന് നിശ്ചയിച്ചാലോ? വാഗ്ദാനം നൽകിയതിന് ശേഷം പോകാതിരിക്കുകയോ? അത് ഒരിക്കലും പാടില്ല. അങ്ങ് ഒന്നുകൊണ്ടും ചകിതഹൃദയനാകാതിരിക്കുക. നമുക്ക് ദേവിയുടെ അനുഗ്രഹമുള്ള കാലത്തോളം യാതൊരാപത്തും സംഭവിക്കുകയില്ല. എല്ലാം മംഗളമായി തന്നെ അവസാനിക്കും. ഭട്ടിയുടെ അഭിപ്രായം ചക്രവർത്തി പൂർണ്ണമായി അംഗീകരിച്ചു. അതനുസരിച്ച് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തു. നായാട്ടിനെന്ന പോലുള്ള വേഷമണിഞ്ഞ് ഉടവാൾ അരക്കെട്ടിൽ ഭദ്രമായി ഉറപ്പിച്ച് മറ്റുള്ള സമരായുധങ്ങളും ധരിച്ചു. അനന്തരം രാജകീയ അശ്വത്തിൻ്റെ മേൽ ആരോഹണം ചെയ്ത് അദ്ദേഹം കാനന ഗഹനതയിലേക്ക് യാത്രയായി. കുറേ ദൂരം ചുറ്റിത്തിരിഞ്ഞിട്ടും സന്യാസിയെ കാണാതിരുന്നപ്പോൾ അദ്ദേഹത്തിന് മുമ്പേ ഉണ്ടായിരുന്ന സംശയം വർദ്ധിച്ചു. തികച്ചും വിജനവും കോരിത്തരിപ്പിക്കുമാറ് ഭീതിജനകവുമായ ഒരു ഭാഗത്ത് ചെന്നെത്തിയപ്പോൾ സന്യാസി അവിടെ ഒരു ഭാഗത്ത് സമയം കഴിച്ചുകൂട്ടുന്നതിന് വേണ്ടി 2 മനുഷ്യ തലയോട്ടികൾ പരസ്പരം കൂട്ടിമുട്ടിച്ച് കൊണ്ടിരിക്കുന്നത് കണ്ടു. ആ സ്ഥലത്തിന് ഒരു ശ്മശാനത്തിൻ്റെ സർവ്വലക്ഷണങ്ങളും ഉണ്ടായിരുന്നു. നിശാചാരികളെന്ന് സങ്കല്പിക്കപ്പെടുന്ന ഭൂതപ്രേത പിശാചുക്കളുടെ നിതാന്ത വിഹര സ്ഥലമായിരുന്നു അത്. സന്യാസി രാജാവിനെ കണ്ടു. ആഹാ, അവിടുന്ന് വാഗ്ദാനപ്രകാരം കൃത്യസമയത്ത് തന്നെ വന്നെത്തിയിരിക്കുന്നു. വളരെ സന്തോഷം. ഈ ഭീകര ദൃശ്യങ്ങളൊന്നും ധീരന്മാരിൽ അഗ്രഗണ്യനായ ചക്രവർത്തിയെ അണുപോലും ചകിതമാനസനാക്കിയില്ല. എന്തെങ്കിലും ഭീകര സംഭവങ്ങൾ അടുത്തുണ്ടാകുമെന്ന് മാത്രം അദ്ദേഹം ഊഹിച്ചു. അനന്തരം സന്യാസിയുടെ നേർക്ക് തിരിഞ്ഞ് തൻ്റെ സ്വരത്തിൽ അല്പം ഗൗരവം കലർത്തിക്കൊണ്ട് പറഞ്ഞു, അതെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ഞാൻ നമ്മുടെ വാഗ്ദാനം പാലിക്കുവാൻ വേണ്ടി ഈ ഭീതിജന്യമായ നിശാമധ്യത്തിൽ, ഈ ഘോരവനത്തിൻ്റെ മധ്യത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി എന്നെക്കൊണ്ട് എന്താണ് അങ്ങേക്ക് സാധിക്കുവാനുള്ളതെന്ന് ഉടൻ അറിയിക്കുക. ഓ, അങ്ങേക്ക് എത്രയോ നിസ്സാരമായ ഒരു കാര്യം മാത്രം. അനന്തരം സന്യാസി പറഞ്ഞു, ഇവിടെ നിന്നും 2 നാഴിക തെക്കായി ശവം ചുടുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ശ്മശാന ഭൂമിയുണ്ട്. അവിടെയുള്ള ഒരു മുറുക്കുമരത്തിൻ്റെ കൊമ്പിൽ ഒരു മൃതശരീരം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. അങ്ങ് ഉടൻ ഇവിടെ നിന്ന് പോയി ആ മൃതശരീരം വരിഞ്ഞു കെട്ടി എൻ്റെ മുമ്പിൽ എത്തിക്കണം. അതിനുശേഷം മാത്രമേ ഞാൻ അങ്ങയെ അറിയിച്ച പ്രകാരമുള്ള ഹോമകർമ്മം നടത്തുവാൻ നിർവാഹമുള്ളൂ. സന്യാസിയുടെ ആജ്ഞ ലഭിച്ച ഉടൻ ചക്രവർത്തി അദ്ദേഹം നിർദ്ദേശിച്ച സ്ഥലത്തെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. സന്യാസി ആഭിചാരപരമായ ഭീകര കർമ്മങ്ങൾ നടത്തുവാൻ ആരംഭിക്കുകയും ചെയ്തു. ഘോരാന്ധകാരം തിങ്ങി നിറഞ്ഞിരുന്നതിനു പുറമെ പേമാരിയും ധാരമുറിയാതെ പെയ്തുകൊണ്ടിരുന്ന ആ നിശാമധ്യത്തിൽ ധീരനായ രാജാവ് ഏകനായി കാനന ഭീകരതയെ വെട്ടിമുറിച്ചുകൊണ്ട് ബഹുദൂരം യാത്ര ചെയ്തു. ഭൂതപ്രേത പിശാചുക്കൾ 4 ചുറ്റും ഭീകര നൃത്തം ചെയ്യുന്നതായി അദ്ദേഹത്തിന് തോന്നി. തൻ്റെ നേർക്ക് പാഞ്ഞെടുത്ത് തൻ്റെ കാലിൽ ചുറ്റിയ കരാളരൂപിയായ സർപ്പങ്ങളെ മന്ത്രോച്ചാരണം കൊണ്ട് ഉച്ചാടനം ചെയ്തു. അങ്ങനെ യാത്ര ചെയ്ത് ഒരു വിധത്തിൽ അദ്ദേഹം മൃതശരീരങ്ങൾ ദഹിപ്പിക്കുന്ന ശ്മശാനത്തിലെത്തി. ഭൂതപ്രേത പിശാചുക്കൾ മലവർഗക്കാരെ പിടിച്ചുകെട്ടി കൊല്ലുന്നതും ബീഭത്സരൂപങ്ങളായ മാരണങ്ങൾ ശിശുക്കളുടെ വയറ് കരളും പണ്ടവും പുറത്ത് എടുക്കുന്നതും ഭക്ഷിക്കുന്നതും രക്തം വലിച്ചു കുടിക്കുന്നതുമായ അനേകം ഭീകര കാഴ്ചകൾ അദ്ദേഹം നേരിട്ട് കണ്ടു. നരഭുക്കുകളായ വ്യാഘ്രങ്ങൾ നിശാനിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് ഇടിനാദത്തെ വെല്ലുന്ന ശബ്ദത്തിൽ അലറുന്നു. കാട്ടാനകൾ വൃക്ഷങ്ങൾ വേരോടെ പിഴുത് ദൂരെ എറിയുന്നു. വനവൃക്ഷങ്ങൾ നിന്നെരിയുന്ന കാഴ്ച അദ്ദേഹം പ്രത്യക്ഷത്തിൽ കണ്ടു. ഉത്തരക്ഷണത്തിൽ എങ്ങു നിന്നെന്നറിയാതെ ഏകസ്വരത്തിൽ പൈശാചികമായ അട്ടഹാസം 4 ഭാഗത്തു നിന്നും മാറ്റൊലിക്കൊണ്ടു. അവനെ പിടിച്ചുകെട്ടുക, ജീവനോടെ തീയിലിട്ട് കൊല്ലുക, അവന് രക്ഷപ്പെടാൻ യാതൊരവസരവും നൽകിപ്പോകരുത്. ഇപ്രകാരമുള്ള ഭീകര ദൃശ്യങ്ങൾ കണ്ടിട്ടും ഘോരഗർജനം ശ്രവിച്ചിട്ടും വിക്രമാദിത്യൻ അണുവളവ് ചകിതഹൃദയനായില്ല. എന്തു വന്നാലും തൻ്റെ ഉദ്ദേശം സാധിക്കുക, അല്ലെങ്കിൽ അതിലേക്കുള്ള ഉദ്യമത്തിൽ മരിക്കുക, ഇപ്രകാരം ദൃഢനിശ്ചയം ചെയ്തുകൊണ്ട് അദ്ദേഹം സുധീരം മുമ്പോട്ടു നീങ്ങി. അതാ സന്യാസി പറഞ്ഞതുപോലെ ഒരു കൂറ്റൻ മുരുക്കുമരം മറ്റു വൃക്ഷങ്ങളിൽ നിന്നും ഒറ്റ തിരിഞ്ഞു നിൽക്കുന്നു. അതിൻ്റെ തിരശ്ചീനമായ ഒരു ശിഖരത്തിൽ നിന്ന് ഒരു മൃതശരീരം ഒരു കയറിന്മേൽ തൂങ്ങിക്കിടക്കുന്നു. പിന്നീട് ഒരു നിമിഷം താമസിച്ചില്ല.
ഊരിപ്പിടിച്ച കരവാളും ചുഴറ്റിക്കൊണ്ട് അദ്ദേഹം ധീരമായി വൃക്ഷത്തിന്മേൽ ആരോഹണം ചെയ്തു. മൃതശരീരത്തിനെ ബന്ധിച്ചിരുന്ന കയറിന്മേൽ ആഞ്ഞുവെട്ടി. മൃതശരീരം ഞെട്ടറ്റ പനസഫലം പോലെ ഉഗ്രശബ്ദത്തോടെ നിലം പതിച്ചു. തറതൊട്ട താമസം അതിന് ജീവൻ വീണു. അത് അത്യുച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. പ്രസ്തുത ശബ്ദം കേട്ട മാത്രയിൽ രാജാവ് സ്വയം ചിന്തിച്ചു, എന്തുമാകട്ടെ, അവന് ജീവനുണ്ടല്ലോ. ഞാൻ ഇവനെ ബന്ധിക്കാൻ വേണ്ടിയാണ് ഇത്രയും ബുദ്ധിമുട്ടി ഈ കരാളമായ നിശാമധ്യത്തിൽ ഇവിടെ എത്തിയത്. എൻ്റെ ഉദ്യമം ഇതാ തികച്ചും സഫലമായിരിക്കുന്നു. പിന്നീട് ഒരു നിമിഷം താമസിച്ചില്ല. ഒറ്റ കുതിക്ക് അദ്ദേഹം വൃക്ഷശിഖരത്തിൽ നിന്നും നിലത്തേക്ക് ചാടി. അവിടെ അപ്പോഴും മലർന്നു കിടന്നിരുന്ന വിലക്ഷണരൂപിയായ വേതാളത്തിനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നേരെ നിർത്തിക്കൊണ്ട് ചോദിച്ചു, നീ ആര്? എന്തിനീ വൃക്ഷക്കൊമ്പിൽ തൂങ്ങിക്കിടക്കുന്നു? തൽക്ഷണം അറിയിക്കുക. രാജാവിൻ്റെ അധികാരസ്വരത്തിലുള്ള ഈ ആജ്ഞ കേട്ടിട്ടും ലേശവും ചകിതചിത്തനാവാതെ ആ പ്രാകൃത രൂപം ഉച്ചത്തിൽ ചിരിക്കുകയാണ് ചെയ്തത്. രാജാവിന് അവൻ്റെ പെരുമാറ്റം ഏറ്റവും വിചിത്രമായി തോന്നി. അദ്ദേഹം തൻ്റെ ചോദ്യം ആവർത്തിച്ചു. അതിനുത്തരമായി ഒരക്ഷരം പറയാതെ വേതാളം വീണ്ടും മരക്കൊമ്പിൽ കയറി തലകീഴായി തൂങ്ങിക്കിടക്കുകയാണ് ചെയ്തത്. ഉടൻ രാജാവ് വൃക്ഷത്തിന്മേൽ ചാടിക്കയറി അവനെ ഊറ്റമായി ബന്ധിച്ച് നിലത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, ദുഷ്ടപിശാചേ, നീ ഇനി എൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കുകയേ വേണ്ട. നീ ആരാണെന്ന് ഉടൻ അറിയിച്ചു കൊള്ളുക. ഈ ഉഗ്രസ്വരത്തിലുള്ള ആജ്ഞ കേട്ടിട്ടും ആ ബീഭത്സരൂപം മൗനം അവലംബിച്ചു നിലകൊണ്ടതേയുള്ളൂ. അതോടുകൂടി സന്യാസി നിർദ്ദേശിച്ച വേതാളം അവൻ തന്നെയാണെന്ന് രാജാവിന് പൂർണ്ണ ബോധ്യമായി. തൽക്ഷണം അദ്ദേഹം അവനെ തൻ്റെ ഉത്തരീയം കൊണ്ട് വരിഞ്ഞു കെട്ടി തോളിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് സന്യാസി ഇരുന്നിരുന്ന സ്ഥലത്തെ ലക്ഷ്യമാക്കി നടകൊണ്ടു. സ്വല്പദൂരം പോയി കഴിഞ്ഞപ്പോൾ അതുവരെ മൂകഭാവത്തിൽ ഇരുന്നിരുന്ന വേതാളം പറഞ്ഞു, ഇനിയെങ്കിലും അങ്ങ് ആരാണെന്ന് ദയവായി എന്നെ അറിയിക്കണേ. സാധാരണ ജനങ്ങൾക്കാർക്കും സാധിക്കാത്ത ഒരു കൃത്യമാണ് അങ്ങിപ്പോൾ നിർവഹിച്ചിരിക്കുന്നത്. ഞാനാണ് വിക്രമാദിത്യ ചക്രവർത്തി. നീ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ ദിവ്യശക്തിയുള്ള ഒരു സന്യാസിയുടെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്നെ ബന്ധന വിമുക്തനാക്കിയാലും അങ്ങ് വഴിമധ്യേ എന്നോട് ഒരു വാക്കുപോലും ഉച്ചരിക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്യണം. അങ്ങ് പ്രതിജ്ഞ ലംഘിച്ചാൽ ഞാൻ തിരിച്ചു പോരും. ഇതായിരിക്കട്ടെ നാം തമ്മിലുള്ള വ്യവസ്ഥ. എന്തു പറയുന്നു? ചക്രവർത്തി പ്രസ്തുത വ്യവസ്ഥ സ്വീകരിച്ചു. അതനുസരിച്ച് വേതാളത്തെ ബന്ധന വിമുക്തനാക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം അവനെ തോളിൽ നിന്നിറക്കിയില്ല. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം വേതാളം പറഞ്ഞു, അല്ലയോ രാജാവേ, ജ്ഞാനികളും കാര്യകാര്യ വിവേചന ശക്തിയുള്ളവരും അനുഗ്രഹീതരാണ്. അവരുടെ ദിവസങ്ങൾ പ്രശാന്തമായി മുന്നോട്ടു പോകും. ശാസ്ത്രങ്ങളും പുരാണങ്ങളും അവർക്ക് അനന്തവും അമൂല്യവുമായ അനുഭൂതികൾ സദാ അരുളിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് പാമരന്മാരും കാര്യകാര്യ വിവേചന ശക്തിയില്ലാത്തവരുമാകട്ടെ അഭിശക്തരത്രേ. അവരുടെ ജീവിതം നരകത്തിന് തുല്യമായിരിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുദീർഘമായ യാത്ര സത്സംഭാഷണം കൊണ്ട് സമ്പന്നമാക്കാം. അതിലേക്ക് പര്യാപ്തമായ ഒരു കഥ ഞാനിപ്പോൾ കഥനം ചെയ്യുന്നുണ്ട്. അങ്ങ് ശ്രദ്ധിച്ചു കേട്ടാലും. അതനുസരിച്ച് വിക്രമാദിത്യൻ്റെ തോളിലിരുന്നു കൊണ്ട് വേതാളം കഥ പറയുവാൻ തുടങ്ങി. നന്ദി.